വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം. വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം. വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം. വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് കരുത്തുറ്റ നേതൃത്വം നൽകിയ NRC ധ്യാന കേന്ദ്രം. MSMI സഭയുടെ സ്ഥാപകനും NRC ധ്യാന കേന്ദ്രത്തിൻ്റെ ആരംഭകനുമായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനിൽ നിന്നും ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് വചനപ്രഘോഷണ രംഗത്ത് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ദൈവീക ശുശ്രൂഷകൾ. വിശ്വാസവർഷത്തിൽ ഇടവക തോറും വിശ്വാസ സന്ധ്യകൾ നടത്തി വിശ്വാസ ജീവിതത്തെ ഉജ്ജ്വലിപ്പിച്ചവർ NRC ടീം. ആത്മാഭിഷേകത്തോടെയുള്ള ഈ ശുശ്രൂഷകളുടെ ഫലമനുഭവിച്ച ഇടവകയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമിത. വിശ്വാസ വർഷത്തോടനുബന്ധിച്ച് കൊളത്തുവയൽ NRC ധ്യാന ടീമിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 22 വെള്ളിയാഴ്ചയാണ് വിശ്വാസ സന്ധ്യ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. വിശുദ്ധ കുർബാന, ആരാധന, കുടുംബജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ചുള്ള ക്ലാസ്, അതോടൊപ്പം തന്നെ കുമ്പസാരം, കൗൺസിലിംഗ് ഇവയെല്ലാം അടങ്ങിയതാണ് ഈ വിശ്വാസ സന്ധ്യ. ഈ കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാവർക്കും കൂടുതൽ ഉത്തേജനം നൽകുന്ന രീതിയിൽ സംഘടിപ്പിക്കുവാൻ ഈ ടീമിന് സാധിച്ചിട്ടുണ്ട്. വിശ്വാസം ജീവിതക്രമത്തോട് ചേർത്ത് വയ്ക്കുകയും അത് കൂടുതൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആഴമായ വിശ്വാസത്തിൽ വളർന്നു എന്ന് ഒരു ശിഷ്യനെക്കുറിച്ച്, ക്രിസ്തു ശിഷ്യനെക്കുറിച്ച് പറയുവാൻ സാധിക്കുക. അതിന് ജീവിതക്രമങ്ങളോട് ചേർക്കുവാൻ ഈ വിശ്വാസ സന്ധ്യ കൂടുതൽ ഉപകരിച്ചു എന്ന് തുടർന്നുള്ള ദിനങ്ങളിൽ ഇടവക കൂട്ടായ്മകളിൽ, പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മകളിൽ, ഇടവകയിൽ നടത്തപ്പെടുന്ന ആഘോഷങ്ങളിൽ, കൂദാശ ആഘോഷങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശൈലികൾ കൂടുതൽ മെച്ചപ്പെട്ടു എന്നുള്ളത് ഈ വിശ്വാസ സന്ധ്യയുടെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ്. പരിശുദ്ധ പിതാവ് വിശ്വാസ വർഷം പ്രഖ്യാപിച്ചതിൻ്റെ അർത്ഥവും ലക്ഷ്യവും കൂടുതൽ ഇനിയും മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് സാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രഘോഷകരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസ വർഷ സമാപനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ക്രേദോയിൽ നടത്തപ്പെടുന്ന വചന സന്ദേശം അത് നമുക്ക് ശ്രവിക്കാം. അതിലൂടെ കൂടുതൽ വചനത്തിൽ പ്രകാശിതരായി തീരുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. യേശുവിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ,
വിശ്വാസ വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും, എങ്ങനെ ഈ വിശ്വാസത്തെ പരിപോഷിപ്പിച്ച് അനേകരെ ഈ ഒരു കൃപയിലേക്ക് ഉയർത്താൻ കഴിയും, ഇത്തരം ചിന്തകളൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ധ്യാന വിഷയമാക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 29-ാം അധ്യായം 25-ാം തിരുവചനം ഇങ്ങനെ നമ്മോട് പറയും: മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, എന്നാൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അനുഭവപ്പെടാവുന്ന എല്ലാ തകർച്ചകൾക്കിടയിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു ഊന്നുവടിയാണ് വിശ്വാസം. ചുരുക്കം വാക്കുകളിൽ ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ, എന്നെ നിരന്തരം പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹ സാന്നിധ്യമാണ് എൻ്റെ ദൈവം എന്ന ഒരു തിരിച്ചറിവ്, ഒരു അവബോധം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സ്വന്തമാക്കുന്നതിനെയാണ് വിശ്വാസം എന്നൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം, എല്ലാ സമയവും എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ, വേദനയുടെ നിമിഷങ്ങളിൽ, സന്തോഷത്തിൻ്റെ അവസരങ്ങളിൽ, പരാജയങ്ങളിൽ, വിജയങ്ങളിൽ, എൻ്റെ മാനസിക സംഘർഷങ്ങളിൽ, എൻ്റെ ഒറ്റപ്പെടലുകളിലെല്ലാം ഈ കരങ്ങൾ എന്നെ ചുറ്റി നിൽക്കുന്നു എന്ന വലിയ ഒരു ബോധ്യം, ഒരു അവബോധം. ഈ ഒരു അവബോധത്തിൽ ഞാൻ വളരുമ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിച്ചെടുക്കുകയാണ്. എല്ലാ സാഹചര്യത്തിലും ഈ ഒരു വിശ്വാസം ഞാൻ വളർത്തിയെടുക്കുകയാണ്. ഒരു പക്ഷേ ജോലി നഷ്ടപ്പെടാം, ഓർക്കാപ്പുറത്തൊരു ട്രാൻസ്ഫർ വരാം, ഒരു രോഗ അവസ്ഥയിലൂടെ മരണം തന്നെയും വീട്ടിൽ സംഭവിച്ചേക്കാം. അങ്ങനെ പല രീതിയിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നാലും എല്ലാ സാഹചര്യത്തിലും എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ബോധ്യം. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 19-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്: എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായി പോയാൽ പോലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. എത്ര വലിയ വിശ്വാസമാ ജോബിനുള്ളത്! എപ്പോഴും ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജോബിൻ്റെ ജീവിത അനുഭവം. തകർച്ചകൾ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് കടന്നു വന്നിട്ടും ജോബ് പറയുകയാ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായി പോയാൽ പോലും എൻ്റെ ദൈവത്തെ എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ കാണും. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കരങ്ങൾ ദർശിക്കുവാനുള്ള ഒരു അവസ്ഥാവിശേഷം. എല്ലാ സാഹചര്യത്തിലും ഒരു നിമിഷം പോലും എൻ്റെ കർത്താവ് എന്നെ പിരിഞ്ഞു നിൽക്കുന്നില്ല. അപ്പം ഇങ്ങനെ എൻ്റെ കൂടെയുള്ള, എൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സാന്നിധ്യ അവബോധത്തിൽ ഞാൻ വളരുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ സംശയമില്ല. എന്തിനിങ്ങനെ കഷ്ടപ്പെടണം, എന്തിനിങ്ങനെ അലയണം, രാത്രിയും പകലും ഒരുപോലെ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം, മറ്റുള്ളവരുടെ മുൻപിൽ എന്തിന് ഞാനിങ്ങനെ അലച്ചിലും പാച്ചിലുമായിട്ട് നടക്കണം, ചോദ്യങ്ങളില്ല. എന്തിന് ജീവിക്കണം, ചോദ്യമില്ല. പിന്നെ അവിടെ നിരാശയില്ല, പിന്നെ അവിടെ സങ്കടമില്ല, പിന്നെ അവിടെ വേദനകളൊന്നുമേ ഇല്ല. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊന്നും പിന്നെ ആ മനസ്സിൽ അവശേഷിക്കുന്നില്ല. കാരണം എൻ്റെ കൂടെയുള്ള കർത്താവ് എപ്പോഴും എപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും, ഞാൻ വിശ്രമിക്കുമ്പോഴും, ഞാൻ അധ്വാനിക്കുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്ന അവബോധം എൻ്റെ മനസ്സിൻ്റെ ചോദ്യങ്ങളെയൊക്കെ മാറ്റിക്കളയുകയാണ്. എൻ്റെ മനസ്സിൻ്റെ വേദനകളെയും ഉത്കണ്ഠകളെയും ഒക്കെ നീക്കിക്കളയുകയാണ്. ഏതൊരു നിമിഷം ഈ സാന്നിധ്യ സ്മരണ, ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അവബോധം എന്നിൽ നിന്നും വിസ്മരിക്കപ്പെടുന്നുവോ, ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ ആകുലതകൾ വർദ്ധിക്കും. ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ ഉത്കണ്ഠകൾ വർദ്ധിക്കും. ആ സമയം മുതൽ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും കടന്നു വരാം. എന്തിന്, എന്തുകൊണ്ട്, എന്നെ മാത്രം ഇങ്ങനെ, എന്നോട് മാത്രം ഇങ്ങനെ, ചോദ്യങ്ങൾ ഒരുപാട് വീണ്ടും വീണ്ടും കടന്നു വരാം. ഈ സാന്നിധ്യ അവബോധം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യം ഏത് നിമിഷം വിസ്മരിക്കപ്പെടുന്നുവോ, ഏത് നിമിഷം നമ്മൾ മറക്കുന്നുവോ, ആ നിമിഷം തന്നെ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ഈശോ സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ കുടുംബം, മർത്തായും മറിയവും ലാസറും അടങ്ങുന്ന കുടുംബത്തിൽ ഒത്തിരി സൗഹൃദം ഉണ്ടായിരുന്നു അവരുടെ കുടുംബവുമായിട്ട് ഈശോയ്ക്ക്. മറിയത്തെക്കുറിച്ച് നമുക്കറിയാം. മറിയം സുഗന്ധദ്രവ്യമൊക്കെ എടുത്തിട്ട് കർത്താവിനെ പൂശുന്നുണ്ട്, തലമുടി കൊണ്ട് പാദങ്ങൾ തുടയ്ക്കുന്നുണ്ട്. അവൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു ഈശോയായിട്ട്.
അതുപോലെ തന്നെ മർത്തായും എന്ത് കാര്യം എവിടെ ഈശോ ഉണ്ടെന്ന് കേട്ടാലും ഓടിച്ചെല്ലും, ഈശോ വീട്ടിൽ വരും. ലാസറും ഇതുപോലെ തന്നെ വളരെയധികം അടുത്ത ഒരു ആത്മബന്ധം ഇവരുടെ കുടുംബവുമായിട്ട് ഈശോയ്ക്കുണ്ടായിരുന്നു. ഇടയ്ക്കിടെ വീട് സന്ദർശിക്കും, കുടുംബം സന്ദർശിക്കും, അവിടെ സംസാരമുണ്ട്, ചിരിയുണ്ട്, കളിയുണ്ട്, അവരുമായിട്ട് എല്ലാ കാര്യവും ഈശോ ഈ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നല്ലൊരു അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് ലാസറിന് അസുഖം വരിക. ലാസറിന് അസുഖം വന്നപ്പോൾ കർത്താവിനെ അറിയിച്ചിട്ടുണ്ട് സഹോദരിമാർ. അത് കൃത്യമായിട്ട് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സഹോദരിമാർ യേശുവിനെ വിവരം അറിയിച്ചു രോഗബാധിതനാണ്. എന്നിട്ടോ ഈശോ വന്നില്ല, അറിഞ്ഞ മട്ട് കാണിച്ചില്ല. അറിഞ്ഞ മട്ട് ഒരു തിരിച്ചൊരു സന്ദേശം, ഒരു SMS വിടാൻ പോലും അവിടെ ആരുമില്ല. കർത്താവ് അറിഞ്ഞ മട്ടേ കാണിക്കുന്നില്ല. കർത്താവ് അവിടെ നിൽക്കുകയാണ് നിശബ്ദനായിട്ട്. 4 ദിവസം കഴിഞ്ഞു മരിച്ചിട്ട്. എന്നിട്ടാണ് ഈശോ വരിക. 4 ദിവസം കഴിഞ്ഞിട്ട് ഈശോ വന്നപ്പോൾ അതുവരെയും ഈ സഹോദരിമാരുടെ കണ്ണുനീര് തോർന്നിട്ടില്ല. എത്ര സമയവാ കരയുക, എത്രയധികം സമയവാ കരച്ചിൽ. കരഞ്ഞിട്ടും കണ്ണുനീര് തോരുന്നേയില്ല. ഇവരിരുന്ന് കരയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ വരുന്നു എന്നറിഞ്ഞിട്ട് മർത്ത ഓടിച്ചെല്ലുകയാണ്. ആദ്യം ഓടിച്ചെല്ലുന്നത് മർത്തായാണ്. കർത്താവിനെ കാണാൻ വഴിയിലേക്ക് ഓടിച്ചെല്ലുകയാണ് മർത്ത. 21-ാമത്തെ വചനത്തിൽ 11-ാം അധ്യായം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ മർത്ത ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യം കർത്താവിനെ കണ്ട പാടെ മർത്ത പറയുന്ന കാര്യമാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എത്ര ബോധ്യത്തോടെയാ മർത്ത പറയുക, എത്ര ഫ്രീഡമായിരുന്നു മർത്താക്ക് ഇത് പറയാൻ. കർത്താവെ, നീ എങ്ങനെയാ വന്നത്, എന്തേ വരാതിരുന്നു, ഇതൊന്നുമല്ല പറയുക. ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ആ കാര്യം അത് അപ്പാടെ അങ്ങ് അവിടെ അവതരിപ്പിക്കുകയാണ് മർത്ത. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. വേദനയോടെയാണ് പറഞ്ഞത്. ഉടനെ ഈശോ മർത്തായോട് പറയുകയാ, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഒന്നും മനസ്സിലായില്ല പാവം മർത്താക്ക്. മർത്ത ഇങ്ങനെ ചുമ്മാ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ ഇച്ചിരി സമയം കളയുന്നു. എന്നിട്ട് ഉടനെ അവിടെ നിന്ന് ഓടിപ്പോയി. എന്തിനാണെന്നറിയോ? മറിയത്തെ വിളിക്കാൻ. മറിയത്തിൻ്റെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, മറിയം, ദാ ഈശോ വന്നിട്ടുണ്ട്, ഓടിച്ചെല്ല്, നിന്നെ വിളിക്കുന്നു. മറിയം അതുവരെ അനങ്ങിയില്ലായിരുന്നു. അവൾ വീട്ടിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. മറിയം ഇത് കേട്ട പാടെ മർത്ത വന്നിട്ട് പറഞ്ഞു, ഈശോ വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ പാടെ മറിയം എഴുന്നേറ്റ് ഈശോയുടെ അടുത്തേക്ക് ഓടുകയാണ്. ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് മറിയം കർത്താവിനോട് പറഞ്ഞ ആദ്യത്തെ വാക്കുകൾ, മർത്ത എന്തു പറഞ്ഞുവോ അതേ വചനം തന്നെ മറിയവും പറയുക. 32-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറിയം പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഒരു സഹോദരിയുടെ വേദന നിറഞ്ഞ വാക്കുകൾ, ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് മറിയവും മർത്തായി രണ്ടുപേരും ഇത് തന്നെയാണ് പറയുക. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. വേദന തോന്നിയിട്ടുണ്ട് കർത്താവിന്. മറിയം ഈ ഒരു വാക്യം പറഞ്ഞു കഴിഞ്ഞത് പൊട്ടിക്കരയുകയാണ്. മറിയത്തിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് കൂടെയുള്ള എല്ലാവരും കരയുകയാണ്. കരഞ്ഞിട്ടും ഒന്നും 4 ദിവസമായിട്ടും തോരാത്ത കണ്ണീര് പിന്നെയും ഈശോയെ കണ്ടപ്പോഴങ്ങ് വർദ്ധിക്കുകയാണ്. ഈശോ പോലും കരഞ്ഞുപോയി. അതുവരെയും കരയാതെ പിടിച്ചു നിന്നിട്ടുള്ള ഈശോ ഇവരുടെ കണ്ണുനീരിൻ്റെ മുൻപിൽ കരഞ്ഞു പോവുകയാണ്. ഈശോ കരഞ്ഞു എന്ന് വചനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുന്നോട്ട് നടക്കുന്ന സമയം നമ്മളിവിടെ കാണുന്നൊരു പ്രത്യേകത, ഈ കുടുംബം ഒന്നിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിലവിളി ഉയർത്തുകയാണ്. കുടുംബം ഒന്നിച്ചാ നിലവിളിക്കണത്. യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. മർത്ത പറയുന്നു, മറിയം പറയുന്നു. ആ കുടുംബത്തിൽ ഇവർ രണ്ടുപേരേ ഉള്ളൂ. ഇവർ രണ്ടുപേരും വന്നിട്ട് കർത്താവേന്ന് വിളിച്ചിട്ട് കരയുകയാണ്. ഒന്നിച്ചുള്ള നിലവിളി കർത്താവിൻ്റെ സന്നിധിയിലെത്തും. കുടുംബം ഒന്നിച്ച് ഒരു കാര്യത്തിന് വേണ്ടി നിലവിളിച്ചാൽ കർത്താവിന് അവിടെ കേൾക്കാതിരിക്കാൻ പറ്റുകയില്ല. കർത്താവിന് കേട്ടില്ല എന്ന് വെക്കാൻ പറ്റുകയില്ല. കർത്താവ് അവിടെ ഉത്തരം തന്നിരിക്കും. അവരുടെ ആ നിലവിളി, ആ കണ്ണുനീര് എന്നേക്കുമായിട്ട് അവിടെ തുടച്ചു മാറ്റും. കാരണം ആ കണ്ണുനീര് വീഴുന്നത് ഈ നെഞ്ചിലാണ്. കർത്താവിൻ്റെ നെഞ്ചിൽ വീഴുന്ന ഈ കണ്ണുനീര് കർത്താവിനെ ചൂട് പിടിപ്പിക്കും. ഉത്തരം തരാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഈ കരങ്ങൾ എപ്പോഴും എന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഈ കരങ്ങൾ എപ്പോഴും എന്നെ ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് തന്നെ ഈ കണ്ണുനീർ തുള്ളികൾ ക്രിസ്തുവിൻ്റെ ചങ്കിലേക്ക് അത് വീഴുമ്പോൾ ക്രിസ്തുവിന് അവിടെ അനങ്ങാതിരിക്കാൻ പറ്റുകയില്ല. പ്രിയമുള്ളവരെ, കുടുംബം ഒന്നിച്ച് കുടുംബത്തിൻ്റെ വേദനകൾ കർത്താവിൻ്റെ മുൻപിൽ ഉണർത്തിക്കുന്നുവെങ്കിൽ, ഒരുമിച്ച് കണ്ണുനീർ തുള്ളികൾ ഈ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ കർത്താവിന് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. കർത്താവ് അവിടെ ഉത്തരം തരും. കർത്താവ് അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും, രണ്ടുപേരും അധ്യാപകരാണ്. ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് അധികം ആയില്ല. വേദനയോടെ രണ്ടുപേരും വന്നു. അതുവരെയും ഒരു ഇച്ചിരി വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരല്പം അവർ മാറിപ്പോയായിരുന്നു. എങ്കിലും
അവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നേറുകയാണ്. അങ്ങനെയാണ് ധ്യാനിക്കാൻ ഇവർ വരിക. ധ്യാനത്തിൽ വന്ന പാടെ പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങനൊരു അസുഖമുണ്ട്, പ്രാർത്ഥിച്ചേക്കണം. പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ധ്യാനത്തിൻ്റെ അവസാനമായപ്പോഴേക്കും നല്ല മിടുക്കരായി എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു ആത്മബലമൊക്കെ സംഭരിച്ചിട്ടാണ് ഇവർ തിരിച്ചു പോവുക. അപ്പോൾ ധ്യാനത്തിൻ്റെ ഇടയിൽ ഇവർക്കൊരു വലിയൊരു പ്രചോദനം കർത്താവ് തന്നെ ഇവർക്ക് കൊടുത്തായിരുന്നു. ഈ രോഗം മരണത്തിലേക്കുള്ളതല്ല, പ്രത്യുത ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമാകാനുള്ളതാണ്. വലിയൊരു ബോധ്യം ഇവർക്ക് കർത്താവ് കൊടുത്തായിരുന്നു. ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുമിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവരെ ശ്രദ്ധിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കരയെന്നൊക്കെ കാണാം. കർത്താവിൻ്റെ മുൻപിൽ നിന്ന് അവർ മുട്ടുകൾ മടക്കിയിട്ട് കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണുനീര് ഇറ്റിറ്റ് വീഴ്ത്തുന്നൊക്കെ പലപ്പോഴും ഞാൻ കണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം മനസ്സിലായി ഈ രോഗമൊക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു, വിശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണ് ടീച്ചറിന്. ഹൈസ്കൂൾ +2 സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഇന്നും കർത്താവിന് വേണ്ടി വേല ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം. പ്രിയമുള്ളവരെ, കുടുംബം ഒന്നിച്ച് കർത്താവിൻ്റെ മുൻപിൽ കണ്ണുനീർ വാർത്താൽ ആ കണ്ണുനീരിന് വിലയുണ്ട്. ആ കണ്ണുനീര് കർത്താവ് കാണാതിരിക്കുകയല്ല. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് കർത്താവിനെ വിളിക്കുന്നുവെങ്കിൽ ആ കണ്ണുനീരിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുണ്ട്. അതാണ് നമ്മൾ ഈ ലാസറിൻ്റെ കുടുംബത്തിൽ കണ്ടുമുട്ടുക. അതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുക. വീണ്ടും നമ്മൾ ഈ ലാസറിൻ്റെ കുടുംബത്തിൻ്റെ അനുഭവത്തിലേക്ക് തന്നെ പോയാൽ വീണ്ടും ഒരു കാര്യം കൂടെ നമുക്ക് കാണാം. സഹോദരിമാര് അവർക്ക് അനുഭവപ്പെട്ട ആ കുറവ്, അവരുടെ ജീവിതത്തിൽ എന്താണോ കുറവായിട്ട് അവർക്ക് അനുഭവപ്പെട്ടത്, അതങ്ങ് ഈശോയോട് പറയുകയാണ്. കർത്താവേ, നീ ഇവിടെ ഇല്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വേദന വരില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു മരണം ഇവിടെ സംഭവിക്കില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു അസ്വസ്ഥത ഈ വീട്ടിൽ വരില്ലായിരുന്നു. എന്തേ ഇട്ടിട്ട് പോയി, എന്തേ നീ ഇട്ടിട്ട് പോയി? വേദനയോടെയാ പറയുക. അവരുടെ വീട്ടിൽ വന്ന കുറവ്, അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെട്ട കുറവ് അവർ ഈശോയോട് പറയുക. നാട്ടുകാരോട് പറയാൻ പോയില്ല, പ്രിയപ്പെട്ടവരോട് പറയാൻ പോയില്ല, അയൽപക്കത്തുള്ളവരോട് പറയാൻ പോയില്ല. അവർ പറയേണ്ടവനോട് പറയേണ്ട രീതിയിൽ പറഞ്ഞു. സഹോദരിമാര് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയേണ്ടവനോട് പറയേണ്ട രീതിയിൽ പറയുകയാ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. എത്ര ദിവസമായി ഞങ്ങൾ കരയാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ സഹോദരനെ കാണാൻ പറ്റുമോ? ഞങ്ങളുടെ സഹോദരനെ തിരിച്ചു കൊണ്ടുപോയില്ലേ? അവരുടെ ആ സ്വാതന്ത്ര്യവും അവരുടെ സ്നേഹവും അവരുടെ ആ അവതരണവും കർത്താവിൻ്റെ മുൻപിൽ. പ്രിയമുള്ളവരെ, ഒരു കുറവ് കുടുംബത്തിൽ സംഭവിച്ചാൽ ഈ കുറവ് കർത്താവിൻ്റെ മുൻപിൽ അവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കുറവ് കർത്താവിനെ അവരെ അറിയിക്കുകയാണ്. വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിനെ ഇത്തരത്തിലുള്ളൊരു അനുഭവത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമുള്ള, എൻ്റെ ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരത്തിൽ തങ്ങളുടെ കുടുംബജീവിതത്തിൽ അനുഭവപ്പെടുന്ന കുറവുകൾ കർത്താവിനെ അറിയിക്കാൻ ഒരു സ്വാതന്ത്ര്യവും ഒരു സമർപ്പണവും തോന്നുക. കർത്താവിനെ അറിയിക്കാൻ, കുറവുകൾ കർത്താവിനെ അറിയിക്കുന്നു. നമ്മൾ അറിയിക്കുന്ന സമയം തന്നെ കർത്താവ് ഇടപെടുക. ഇനി മേലിൽ നിന്റെ കണ്ണ് നിറയല്ല, ഇനി മേലിൽ നിന്റെ മനസ്സ് വേദനിക്കല്ല, മോനെ മോളെ, നിന്റെ മനസ്സിന് തകർന്ന് ഇല്ലാതായി പോകാൻ ഞാൻ സമ്മതിക്കുകയല്ല. നിന്നെ ഞാൻ ഉയർത്തും, നിന്നെ ഞാൻ ഉണർത്തി എഴുന്നേൽപ്പിക്കും, നിന്നെ ഞാൻ ശക്തിപ്പെടുത്തും, നിന്നെ ഞാൻ ബലപ്പെടുത്തും. കർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ള ആ സാന്നിധ്യം ഓരോ ജീവിതത്തെയും ബലപ്പെടുത്തും. കർത്താവിനെ കുറവുകൾ, കുടുംബത്തിൻ്റെ കുറവുകൾ നമ്മൾ അറിയിക്കുന്നുവെങ്കിൽ ആ കുറവുകളിലേക്ക് കർത്താവ് സ്നേഹത്തോടെ കടന്നു വരികയാണ്. മറ്റൊരിക്കൽ ഞാനൊരു അനുഭവം ഓർക്കുന്നു. ഒരിക്കൽ ധ്യാനത്തിന് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഞായറാഴ്ച ദിവസം, സാധാരണ ധ്യാനം തുടങ്ങുന്ന ഞായറാഴ്ചയാണല്ലോ, ഞായറാഴ്ച ഒരു 7 മണി 8 മണി സമയമായപ്പോൾ ഒരു ഫാമിലി ഒരുമിച്ച് ധ്യാനിക്കാൻ വരികയാണ്. അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, മൂത്ത മകൻ്റെ ഭാര്യ, ഒരു ചെറിയ കൊച്ച്, ഒരു യുവതിയുണ്ട്, തൊട്ട് താഴെ ഒരു 8 9 പഠിക്കുന്ന ഒരു കൊച്ചുമോളും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ധ്യാനിക്കാൻ വന്നിരിക്കുക. വന്ന പാടെ ഈ അപ്പച്ചൻ വന്നിട്ട് പറയുക, സിസ്റ്ററെ, എൻ്റെ മോള് തെറ്റായ ഒരു ബന്ധത്തിൽ അകപ്പെട്ടു പോയി. അവൻ്റെ കൂടെ എങ്ങനെ പറഞ്ഞു വിടാൻ പറ്റും? അവനൊരു ജോലിയില്ല, അവനൊരു വീടില്ല, എല്ലാറ്റിലും ഉപരി അവൻ ഈശോയെ അറിയത്തില്ലല്ലോ. എങ്ങനെ എൻ്റെ മോളെ അങ്ങോട്ട് പറഞ്ഞു വിടും? വേദന തോന്നുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇവളെ കൊണ്ടുപോയി ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും, എല്ലാവരെയും ഇവൾ പറ്റിച്ചു പോരും. ഇവൾക്ക് ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല. ഇന്നലെയാ മൂത്ത മകൻ വിദേശത്ത് നിന്ന് ഈ ഒരു പ്രശ്നം കേട്ടിട്ട് ജോലിയിൽ നിന്ന് പെട്ടെന്നൊരു ലീവൊക്കെ സാങ്ഷനാക്കി ഇവൻ വന്നിരിക്കുക. ഇവൻ വന്ന പാടെ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാൻ പോകാം, നമുക്ക് ഒരുമിച്ചൊരു ധ്യാനത്തിൽ പങ്കെടുക്കാം. അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടെ ധ്യാനിക്കാൻ വന്നിരിക്കുക. ഈ അപ്പച്ചൻ പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം.
ഈശോ അല്ലേ നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ച് ധ്യാനത്തിൽ ഇവരെല്ലാവരും പങ്കെടുക്കുക. ഞാൻ നോക്കുമ്പോൾ ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാണാം. ഒരു വികാരവും ഇല്ലായിരുന്നു ഇവളുടെ മുഖത്ത്, ഒരു സന്തോഷവും ഇല്ല, ദുഃഖവും ഇല്ല, നിർവികാരമായിരുന്നു ഇവള്. അങ്ങനെ ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ എത്തി. വ്യാഴാഴ്ച ദിവസം, വെള്ളിയാഴ്ച ധ്യാനം തീരും, വ്യാഴാഴ്ച ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇവള് വന്നിട്ട് പറയുക, സിസ്റ്ററെ ഒരുപാട് സാധനങ്ങൾ അവൻ എനിക്ക് തന്നത് എൻ്റെ കയ്യിലുണ്ട്, ഇതൊന്നും ഇനി എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചു, എന്നാ മോളെ നിനക്ക് വേണ്ടാത്തതിൻ്റെ കാരണം എന്നാ? ഇതെൻ്റെ കയ്യിൽ വെച്ചാൽ അപകടമാണ്, ഇനി എനിക്ക് വേണ്ട സിസ്റ്ററെ, ഈ ഒരു ബന്ധം ഞാൻ എൻ്റെ ഈശോയെ പ്രതി ഉപേക്ഷിക്കുക. ഞാൻ പറഞ്ഞു, നീ എന്നെ പറ്റിക്കാൻ പറയുന്നതാണോ? അല്ല, ഇത് പറ്റിക്കാനല്ല സിസ്റ്ററെ, ഇനി ഞാൻ ഉപേക്ഷിക്കുകയാണ്, ഈ ഒരു ബന്ധം എനിക്ക് വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവളെ വീണ്ടും ധ്യാനത്തിൻ്റെ സമാപന ശുശ്രൂഷകളിലേക്കൊക്കെ പറഞ്ഞു വിടുകയാണ്. ധ്യാനം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകാൻ നേരം ഇവള് പിന്നെയും ഓടി വന്നിട്ട് എൻ്റെ കൈ രണ്ടും കൂപ്പി പിടിപ്പിച്ചിട്ട് ഇവള് പറയുകയാണ്, സിസ്റ്ററെ എന്നെ ഒരു അനുജത്തിയായിട്ട് കാണണം, നല്ല മോളായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്, ഇനി ഒരിക്കലും ഈ ഒരു അവസ്ഥയിലേക്കല്ല ഞാൻ പോവുക, മിടുക്കിയായിട്ടാണ് ഞാൻ പോകുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ ഒരു അനുജത്തിയായിട്ട് കാണണം, പ്രാർത്ഥിക്കാൻ മറന്നേക്കല്ല. കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു. എനിക്കും സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയി. എന്നിട്ടോ ഞാൻ പിന്നീട് ഇവരിടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, പാരൻസൊക്കെ സന്തോഷത്തോടെ തിരിച്ചുപോയി. ധ്യാനമൊക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചിട്ട് പറയുക, വിവാഹമൊക്കെ ഉറപ്പിച്ചു, വേറെ നല്ലൊരു കുടുംബമായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ചു. നല്ല വിശ്വാസത്തിൽ ഇവളെന്നും ദിവ്യബലിയിൽ പോവും, ഒരുപാട് ജപമാല ചൊല്ലും, നല്ല പ്രാർത്ഥിക്കുന്ന മിടുക്കിയായിട്ട് ഇവൾ മാറിയായിരുന്നു. ഇന്ന് വിദേശത്ത് ഭർത്താവിനൊപ്പം ഒരു കുഞ്ഞിൻ്റെ അമ്മയായി അവൾ സന്തോഷത്തോടെ കഴിയുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, നല്ലൊരു വിശ്വാസത്തിലേക്ക് എന്നെ നയിച്ചതിന് ഒത്തിരി നന്ദിയെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബം ഒന്നിച്ച് അവരുടെ കുറവ് കർത്താവിൻ്റെ മുൻപിൽ അവർ അവതരിപ്പിച്ചപ്പോൾ കർത്താവ് ആ കുടുംബത്തിൽ ഇടപെടുകയും ഇന്ന് എത്ര സന്തോഷത്തോടെ അവർ കർത്താവിൻ്റെ മുൻപിൽ നടക്കും. ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ തങ്ങൾക്ക് അനുഭവപ്പെടുന്ന കുറവുകൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരി, മറ്റുള്ളവരോട് പറഞ്ഞ് സ്വന്തം ലഭിച്ചിട്ടുള്ള കൃപകൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് കർത്താവിനെ ഒന്നിച്ച് ആ പ്രശ്നങ്ങൾ, ആ കുറവ് അറിയിക്കുന്നുവെങ്കിൽ ആ കുറവുകൾക്ക്, ആ പ്രശ്നങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. ഒരു കുടുംബത്തിലാണ് വിശ്വാസം വളരേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട വേദിയും. ഏറ്റവും അടിസ്ഥാനപരമായി വിശ്വാസം വളരേണ്ടത് കുടുംബത്തിൽ തന്നെയാണ്. മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ഈ വിശ്വാസം അത് മക്കൾക്ക് കൈമാറി പകർന്നു കൊടുക്കാനുള്ള വലിയ ദൗത്യം ഓരോ അപ്പച്ചനും ഓരോ അമ്മയ്ക്കും ഉണ്ട് എന്നതിൽ ഒരു സംശയമില്ല. അത് മറന്നുപോയേക്കൽ, അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പച്ചനും അമ്മച്ചിക്കും അവരുടെ മാതാപിതാക്കൾ വഴി അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ വിശ്വാസം ഒരു കാരണവശാലും അതിന് ഒരു മങ്ങലും ഏൽപ്പിക്കാതെ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ, അവർക്കത് സ്നേഹത്തോടെ പങ്കുവെച്ചു കൊടുക്കാനുള്ള കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാരണം ഈ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ, ഈ വിശ്വാസത്തെ പരിരക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ വീണ്ടും വീണ്ടും എന്നെ പൊതിഞ്ഞു നിൽക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് നമ്മെ സഹായിക്കും ഏതൊരവസ്ഥയിലും. ലാസറിൻ്റെ കുടുംബത്തിലേക്ക് വീണ്ടും ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, അവരൊന്നിച്ച് നീങ്ങുകയാണ്. എവിടേക്ക്? ശവകുടീരത്തെങ്കിലേക്ക്. സഹോദരിമാര് ഈശോയുടെ ഒപ്പം ശവകുടീരത്തെങ്കിലേക്ക് പോവുക. ഈശോ ചോദിച്ചു, എവിടെയാണ് അവനെ അടക്കിയിട്ടുള്ളത്? അവരൊരുമിച്ച് ഒന്നിച്ചാ നീങ്ങുന്നത്, ഒറ്റയ്ക്കല്ല, പലരും പല ഗ്രൂപ്പുകളായിട്ടല്ല, അവരൊരുമിച്ച് നീങ്ങുകയാ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ഭാര്യ ഒരു സമയം പോയി, ഭർത്താവ് ഒരു സമയം പോയി, സഹോദരന്മാർ ഒരു സമയം പോയി, അല്ല, അവർ ഒരുമിച്ച് നീങ്ങുകയാ കർത്താവിൻ്റെ അടുത്തേക്ക്, കർത്താവിൻ്റെ ഒപ്പം ശവകുടീരത്തെങ്കിലേക്ക്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു, പ്രത്യാശിക്കാൻ ഒന്നുമില്ലായിരുന്നു, അസാധ്യതകളുടെ ഒരു ലോകമാണ്. കർത്താവിൻ്റെ ഒപ്പം നീങ്ങുകയാ അവർ, കർത്താവിൻ്റെ ഒപ്പം നടന്ന് നീങ്ങുകയാ. അവിടെ ചെന്നിട്ടോ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കർത്താവ് അവിടെ ചെയ്തത്. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുക. കർത്താവിൻ്റെ ഒപ്പമാ നടന്ന് നീങ്ങുന്നതെങ്കിൽ കർത്താവ് അവിടെ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുക തന്നെ ചെയ്യും. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചെയ്തിരിക്കുക തന്നെ ചെയ്യും. കർത്താവിന് മാറി നിൽക്കാൻ പറ്റുകയില്ല. വിശ്വസിക്കുന്ന ഒരുവനെ സംരക്ഷിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനാണ് എന്നത് കർത്താവ് തന്നിട്ടുള്ളൊരു വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകളിൽ നമുക്ക് ശരണം വെക്കണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം. വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് അത് അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള കടമ നമുക്കുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. ഈ വിശ്വാസ വർഷത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈ ക്രേദോയിൽ വിശ്വാസ ആഘോഷ കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കർത്താവ് ഇത് തന്നെ നമ്മളോട് പറയും. ഒന്നിച്ച് മുന്നേറുന്ന കുടുംബം, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒന്നിച്ച് നിലവിളിക്കുന്ന കുടുംബം, ക്രിസ്തുവിനൊപ്പം ഒന്നിച്ച് മുന്നേറി മറ്റൊരു ക്രിസ്തുവായി തീരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക്
നമുക്ക് സാധിക്കട്ടെ. കുടുംബങ്ങളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം വളർത്തിയെടുത്ത് അനേകർക്ക് ഈ വിശ്വാസം പങ്കുവെച്ചു കൊടുത്ത് നമ്മുടെ കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ളൊരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സ്വകാര്യ ദുഃഖങ്ങളിലും തളർന്നു പോകാതെ തകർന്നു പോകാതെ അങ്ങയോടൊപ്പം മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണം. പരാതിയില്ലാതെ പരിഭവമില്ലാതെ എന്തിനേയും സ്വീകരിച്ച് ഏത് സാഹചര്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങയിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം കർത്താവേ. ഞങ്ങളെ തനിച്ചാക്കരുതേ കർത്താവേ. എപ്പോഴും അങ്ങ് കൂടെയുണ്ട് എന്ന അവബോധം വളർത്തിയെടുത്ത് ഈ ഒരു അവബോധത്തിലേക്ക് അനേകരെ നയിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരീ തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസമെന്നൊരീ തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം